കൊല്ലം കണ്ണനല്ലൂരിൽ മഞ്ഞപ്പിത്തം പടരുന്നു. നേരത്തെ 2 കുട്ടികൾ മരിച്ച ചേരിക്കോണത്ത് മാത്രം 89 പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ സംശയിക്കുന്നത്. ഇന്ന് ഡിഎംഒയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ അറിയിച്ചിട്ടുണ്ട്. അതിഭീകരമാംവിധം മഞ്ഞപ്പിത്തം പടരുകയാണ് കണ്ണനല്ലൂർ ചേരിക്കോണം പ്രദേശത്ത്. ഒരു വീട്ടിലെ തന്നെ 5 പേർ ഇതിനോടകം ആശുപത്രിയിലായി. രോഗലക്ഷണം പ്രകടിപ്പിക്കുന്നവർ ഏറെയാണ്. എന്നിട്ടും കാര്യമായ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 കുട്ടികൾ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ഇത് മുന്നിൽ നിൽക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ അലംഭാവം. ഇവിടങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾക്ക് വന്നതായിരുന്നു. ഒരുപാട് പേർക്ക് വന്നതിന് ശേഷമായിപ്പോൾ ഈ വീട്ടിലെ 6 പേർക്ക് അവർക്ക് തന്നെ വീണ്ടും തന്നെ വരുക. പക്ഷെ ഇതിനൊരു മാറ്റം വന്നില്ലേ പിന്നെ തന്നെ നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്കൊരു മാറ്റം തരണ്ടേ ഇതിനൊക്കെ. അവർ വന്ന് അവർക്കുള്ള ഇഷ്ടം പോലെയുള്ള ഈ വെള്ളമൊക്കെ കൊണ്ട് തന്നാൽ ഞങ്ങൾക്ക് പറ്റുമോ? ആ ഒരു ടാങ്ക് വെള്ളം കൊണ്ട് ഇവിടെ എത്ര പേർക്ക് പറ്റാനാ? അതൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മളായ രീതിയിൽ നമുക്ക് ഇതേണക്കൊരു ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കി അത് പമ്പ് സെറ്റ് ചെയ്ത് തന്നാൽ എല്ലാവർക്കും വെള്ളം കിട്ടും. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കളക്ടറെ കണ്ടു. കളക്ടറെ കാണാൻ പോയപ്പം കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ചെയ്യും, മെമ്പറെ ഇത്രയും കളക്ടർ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മെമ്പർ അവിടെ പോയി താമസിക്കും. എന്നിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം അന്ന് മെമ്പർ തെളിയിച്ചു കൊടുക്കാനാണ് കളക്ടർ പറഞ്ഞ മറുപടി. പിന്നെ കളക്ടർ പറഞ്ഞത് 2 ആഴ്ചയ്ക്കകം ഇവിടെ ഉള്ളവരെല്ലാം മാറ്റാനുള്ള സംവിധാനം ആയിട്ടുണ്ട് എന്നാണ് കളക്ടർ നമ്മൾ അറിയിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് ഉറപ്പാണ്. മനോരമ ന്യൂസ്, കൊല്ലം.